ഹായ് മക്കളെ, ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് സോഷ്യൽ സയൻസ് സെക്കൻഡ്, അതായത് ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമ്മളുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ ബുക്കൊക്കെ മാറി നിങ്ങൾ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് വെതർ ആൻഡ് ക്ലൈമറ്റ്, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ. ഫസ്റ്റ് അതിൽ പറയുന്നത്, നമ്മളുടെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അന്തരീക്ഷ സ്ഥിതി, കാലാവസ്ഥ കാണിച്ചുകൊണ്ടാണ്. പ്രധാനമായും സൂര്യപ്രകാശമുണ്ട്, മഴയുണ്ട്, മൂടൽമഞ്ഞുണ്ട്, ഇതൊക്കെ ഉൾപ്പെട്ടുകൊണ്ടാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. അതായത് സൺലൈറ്റ്, റെയിന്, മിസ്റ്റ്, വിൻഡ്, ക്ലൗഡ്, ഇതൊക്കെ നമ്മളുടെ അന്തരീക്ഷത്തിൽ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള കണ്ടീഷൻസ് ആണ്. നമ്മുടെ ഭൂമിയിൽ ലഭിക്കുന്ന സൺലൈറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വ്യത്യസ്ത തരത്തിലുള്ള അന്തരീക്ഷ ഘടകങ്ങൾ, അതായത് അന്തരീക്ഷ അവസ്ഥ നമുക്കുണ്ടാവുന്നത്. The atmospheric condition of any place depends on the factors such as temperature, pressure and wind. Another factor also, that is humidity. ഭൂമിയിൽ ലഭിക്കുന്ന സൺലൈറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്തരീക്ഷത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അതിനാൽ അന്തരീക്ഷത്തിലുണ്ടാവുന്ന മാറ്റങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകളാണ് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ് ആൻഡ് ഹ്യൂമിഡിറ്റി. അതിനാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ് ഓഫ് എ വെദർ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് എലമെന്റ്സ് ഓഫ് എ വെദർ. വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് എ വെദർ? ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ് ആൻഡ് ഹ്യൂമിഡിറ്റി. അതായത് താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത. അപ്പോൾ എലമെന്റ്സ് ഓഫ് വെദർ സെറ്റ് അല്ലേ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് വെദർ എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് വെദർ? Atmospheric conditions such as temperature, pressure, wind, humidity and precipitation for short period of a time is termed as weather. അതായത് ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷമർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്, ദിന അന്തരീക്ഷ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കാലയളവിലുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, അത് എന്തൊക്കെയായിരിക്കും? ടെമ്പറേച്ചർ ആയിരിക്കും, പ്രഷർ ആയിരിക്കും, അല്ലെങ്കിൽ വിൻഡ് ആയിരിക്കും, ഹ്യൂമിഡിറ്റി ആയിരിക്കും, അതുമല്ലെങ്കിൽ പ്രിസിപ്പിറ്റേഷൻ ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്നത് വെറും ഒരു ഷോർട്ട് പീരീഡിലേക്കാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, വെദർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. എന്നാൽ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ക്ലൈമറ്റ്? കാലാവസ്ഥ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വിശാലമായ ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കാലാവസ്ഥ എന്ന് പറയുന്നത്. അതായത് ദ ആവറേജ് വെദർ കണ്ടീഷൻ ഈസ് എക്സ്പീരിയൻസ്ഡ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓവർ എ ലോങ്ങർ ഏരിയ ഈസ് ടേംഡ് ആസ് ക്ലൈമറ്റ്. അതായത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ അവസ്ഥയുടെ സാഹചര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് എലമെന്റ്സ് ഓഫ് എ വെദർ, അടുത്തത് വെദർ, നെക്സ്റ്റ് വൺ ഈസ് ക്ലൈമറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻസ് ഓഫ് എ വെദർ. വെദറിന്റെ പ്രാധാന്യം എന്താണെന്നാണ്. വെദറിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. എന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വെദറിന്റെ പ്രാധാന്യം. ഒന്നാമത്തത്, ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ കൺസിഡറിംഗ് വെദർ കണ്ടീഷൻ ഓഫ് അബൌട്ട് 35 to 40 ഇയേഴ്സ്. അതായത് ഏകദേശം 35-40 വർഷകാലത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയെ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ നിർണയിക്കുന്നത്. രണ്ടാമത്തത്, ഇറ്റ് ഈസ് ഡിറ്റർമിനേറ്റ് ഫ്ലോറ ആൻഡ് ഫ്യൂന ആസ് വെൽ ആസ് ദ ഹ്യൂമൻ ലൈഫ് ഓഫ് ദ പ്ലേസസ്. എന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഭൂമുഖത്തുള്ള സസ്യ ജന്തുജാലങ്ങളുടെയും മനുഷ്യ ജീവിതത്തിലെ വൈവിധ്യങ്ങളുമാണ് ആ പ്രദേശത്തിന്റെ കാലാവസ്ഥയെ നിർണയിക്കുന്നത്. അതുമാത്രമല്ല, മനുഷ്യന്റെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളിലും മനുഷ്യരാശിയിലെ വർണ്ണ
വർഗ വൈവിധ്യങ്ങളും കാലാവസ്ഥ സ്വാധീനിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ മെന്റൽ കണ്ടീഷൻ ഓഫ് എ ഹ്യൂമൻ ബീയിങ്. മാത്രമല്ല, ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയ ആദ്യകാല സമുദ്ര സഞ്ചാരങ്ങൾ മുതൽ ആധുനിക ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ വരെ ദിനാന്തരീക്ഷ സ്ഥിതിയെ വിവരങ്ങളെ ആശ്രയിച്ചാണ് ഉണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് the weather has always been an influential factor for the right from a early marine voyages. ഇത്രയുമാണ് ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പ്രധാനമായും നമ്മൾ പറഞ്ഞത് എലമെന്റ്സ് ഓഫ് എ വെതർ, ദെൻ വെതർ കണ്ടീഷന്, ക്ലൈമറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് എ വെതർ. ഈ ക്ലാസ്സിൻ്റെ നോട്ടും ഞാൻ ഇതിനോടൊപ്പം സെൻഡ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണും. ഓക്കെ, താങ്ക് യു.